ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോ നമുക്ക് സുലഭമായിട്ട് കിട്ടുകയും നിങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്നതാണെങ്കിലും പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ആ ഒരു സ്പിരിച്വൽ പർപ്പസ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കുട്ടികൾ വരുമ്പോൾ ആ ഒരു രക്ഷകർത്തൃ സ്ഥാനം എന്ന് പറയുന്നതിൻ്റെ സ്പിരിച്വൽ പർപ്പസിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സ്നേഹവും നല്ല സജഷനും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ പേരൻറ്റിങ് എന്ന് പറയുന്നതിൻ്റെ സ്പിരിച്വൽ പർപ്പസ് അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ആ ഒരു ദൗത്യം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത് നോർമലി ഒരു ബയോളജിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു എക്കോളജിക്കൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് ചോദിച്ചാൽ അല്ല. നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു കുട്ടി വരുന്ന സമയത്ത് ആ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് കാർമിക് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ, അത് പേരൻസുമായിട്ട് ഒക്കെ ഉള്ളൊരു കാർമിക് ടൈ ഉണ്ടെങ്കിൽ, അത് അൺഫിനിഷ്ഡ് ലെസൺസ് ആണെങ്കിൽ അതെല്ലാം റിസോൾവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള സോള് സെലക്ട് ചെയ്ത് ആ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജന്മമെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുട്ടി നമ്മളുടെ കുടുംബത്തിലേക്ക് ജനിക്കുമ്പോൾ അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മളുടെ കുടുംബത്തിലെ തന്നെ ആ ഒരു ജനറേഷൻ കൾസ് എല്ലാം മാറിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലെ ദോഷപ്പെട്ട കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ട് അവർക്ക് വളരെയധികം ഉന്നമനവും ഉന്നതിയും ഒക്കെ കിട്ടിക്കൊണ്ട് ആ ഒരു കുടുംബത്തിന് വൻ വിജയത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മളുടെ വീട്ടിൽ ജനിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു സോളിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് അവരുടെ കൂടെയുള്ള മറ്റ് ആളുകൾക്കെല്ലാം ഒരുപാട് ചലഞ്ചസ് അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ ലൈഫ് ലെസൺസ് എല്ലാം നേടിക്കൊണ്ട് ജീവിതത്തിനെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവർ പുഷ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് എങ്കിൽ അവിടെയും ആ ഒരു സോൾ എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ചലഞ്ചിലൂടെ ജീവിതത്തിനെ മുന്നേറാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സോൾ ആ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ നമ്മളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു രക്ഷകർത്താവിൻ്റെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ഒരു രക്ഷകർത്താവും ഈ കുട്ടിയും തമ്മിൽ ഒരു കാർമിക് ടൈ അല്ലെങ്കിൽ ഒരു അൺഫിനിഷ്ഡ് ബിസിനസ് അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് കർമ്മ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസോൾവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള സോള് ഈ ഒരു അമ്മയിൽ ജനിക്കണം എന്നുള്ള രീതിയിൽ അത് സെലക്ട് ചെയ്ത് അങ്ങനെ ജന്മം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 100% ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ പൊസസീവ് ആവുകയും അതിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവരെ ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് അവർക്ക് ഒരു കരിയർ ബേസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ കസ്റ്റം ഒക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലേക്കൊക്കെ അവരുടെ ഡെസ്റ്റിനി കൊണ്ടുപോകണമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രഷറും സ്ട്രഗിളും കൺട്രോളിങ്ങും ഒക്കെ അവരിലേക്ക് വരുത്തുന്ന സമയത്ത് ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉള്ളത് വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അതിന് അതിൻ്റേതായിട്ടുള്ള പാതയുണ്ട്, അതിൻ്റേതായിട്ടുള്ള കർമ്മമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഞാൻ രക്ഷകർത്താവാണ്, എൻ്റെ കുട്ടിയാണ് എന്നുള്ള ആ ഒരു പൊസസീവ്നെസ് മാറ്റി വെച്ചുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു മെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് മാത്രമായിട്ട് നിൽക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ആ ഒരു ലൈഫ് ലെസൺസ് വെച്ച് അവരിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മളൊരു ഓപ്പൺ ഹാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു തുറന്ന പുസ്തകം പോലെ പേരൻസ് മാറുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരും. അല്ലാതെ ഞാനൊരു എൻസൈക്ലോപീഡിയ ആണ്, അപ്പം ഞാൻ പറയുന്നതെല്ലാം എൻ്റെ കുട്ടി അനുസരിക്കണം, ഞാൻ നേരത്തെ നടന്നുപോയ ആളുകളുടെ ജീവിത അനുഭവങ്ങൾ അതുപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ജീവിച്ചത്, അപ്പോൾ എന്നെക്കാട്ടിലും ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കുട്ടി ജീവിച്ച് ആ ഒരു രീതിയിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ നമ്മളിലെ വിളക്ക് കൈമാറുന്ന രീതിയിൽ നമ്മളുടെ കുട്ടിയെ വളർത്താൻ പാടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരൻസിൻ്റെ ഉള്ളിൽ എന്തെല്ലാം തരത്തിലുള്ള ട്രോമാസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹീല് ചെയ്യാനായിട്ട് നമ്മളെ ഒന്ന് സമ്മതിക്കുക. ഇപ്പോൾ ഒരുപാട് കൺട്രോളിങ് ഇഷ്യൂവിൽ വളരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരുടെ ശാസനയും അല്ലെങ്കിൽ കണ്ണുരുട്ടലും
അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം നമ്മളെ വിലക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ബിഹേവിയർ പാറ്റേണിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളെ തുറന്നു പറയാതെ സപ്രസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നല്ലൊരു ദിശയിലേക്ക് നമുക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഇൻബൗണ്ട് ആയിട്ടുള്ള ടാലൻസ് എന്താണെന്ന് സെർച്ച് ചെയ്യാതിരിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ വളർന്നു വരുന്ന ഒരു രക്ഷകർത്താവാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്വഭാവം തന്നെയാണ്, ബിഹേവിയർ പാറ്റേൺസാണ് അവരുടെ കുട്ടിയിലേക്കും അവർ അതുപോലെ കോപ്പി ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വളരെ കൺട്രോൾ ചെയ്ത് അവരെ ഒരു ഫിയർ ബേസ്ഡ് അപ്രോച്ചിൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് ജീവിതം, ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവരിലേക്കും ആ ഒരു ഫിയർ ബേസ്ഡ് അപ്രോച്ചിൽ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വളർത്തുമ്പോൾ ആ കുട്ടിയിലേക്കും ഈ പറയുന്ന നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു മുറിവിൻ്റെ കുറേ ഭാഗം അങ്ങോട്ടും പോയിട്ട് അവരുടെയും ആ ഒരു സ്വഭാവ സവിശേഷത ആ ഒരു രീതിയിൽ വളരുകയും, അതല്ല നമ്മൾ പേരൻസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഹാർട്ടായിട്ട് അവരെ നമുക്ക് ഒരു ഗാർഡിയനായിട്ട് ഒരു ടീച്ചറായിട്ട് മാത്രം നമ്മളുടെ ഇമോഷൻസിനെ കയറൂരി വിട്ടുകൊണ്ട് എൻ്റെ മകനാണ് മകളാണെന്നുള്ളൊരു ചിന്ത വെടിഞ്ഞിട്ട് അത് ഈശ്വരൻ തന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, യുണീക്കായിട്ടുള്ള ഒരുപാട് കഴിവുകൾ അവർക്കുണ്ട്, അപ്പോൾ അവരെ ഒന്ന് മോൾഡ് ചെയ്ത് വിട്ടാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ നിലകൊള്ളുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള പാഷൻ, അല്ലെങ്കിൽ ഇൻബൗണ്ട് ആയിട്ടുള്ള ടാലൻസ്, അല്ലെങ്കിൽ നല്ല ഡിസിഷൻ, ഇൻഡ്യൂട്ടീവായിട്ടുള്ള പവർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു പോകാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അൺകണ്ടീഷണലായിട്ട് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുക. എന്ന് ചോദിച്ചാൽ വളരെ ഫ്രീഡമായിട്ട് അവർ എന്ത് ചെയ്താലും ഒന്നും മിണ്ടാതെ നമ്മൾ നിലകൊള്ളുക എന്നുള്ളതല്ല. നമുക്ക് ആ ഒരു അൺകണ്ടീഷണലായിട്ട് ഈശ്വരൻ നമുക്ക് എല്ലാം പ്രാപ്തമാക്കി തരുന്നത് എന്താണെന്ന് ആദ്യം പേരൻസ് നന്നായിട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വളരെ മൈൻഡ്ഫുള്ളായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക. പാസ്റ്റിലുള്ള വൂൺസ് എല്ലാം നമ്മൾ ക്യാരി ഓവർ ചെയ്ത് അതിനെ ഓവർ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഓവർവെൽം ചെയ്ത് ഇമോഷൻസ് കയറി വന്ന് ഇങ്ങനെയാണ് അനുഭവം, അവർ തന്ന അനുഭവങ്ങൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് അവരുടെ അടുത്ത് ഇനി നമുക്ക് യാതൊരു ബന്ധങ്ങളും വേണ്ട, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്രത്തോളം ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഗാർബേജ് ബാഗേജിൻ്റെ എല്ലാം ആ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ കുറച്ച് വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് ഈശ്വരന് വേണ്ടിയിട്ട്, ഈശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടതാണ്, അപ്പോൾ അതൊരു സുപ്രീം പേരൻ്റാണ്, ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഒരു അൺകണ്ടീഷണലായിട്ട് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ കൺട്രോളിങ് ഇഷ്യൂസോ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഒന്നും നമ്മളെ നിലകൊള്ളാതെ നമ്മൾ ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് എന്നുള്ള രീതിയിൽ വളരെ പേഷ്യൻറ്റോടുകൂടി നമ്മൾ ജീവിക്കാനായിട്ട് പേരൻസ് ശ്രമിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അൺകണ്ടീഷണൽ എല്ലാ രീതിയിലുമാണ് നമ്മൾ കുട്ടികളിലേക്കും പ്രദാനം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ഇങ്ങനെ രീതിയിൽ തന്നെ വേണം എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാതെ ആ ഒരു രീതിയിലേക്ക് മാത്രം ആ ഒരു രീതിയിലേക്ക് തന്നെ വന്നെനിക്ക് ജീവിതം കൊണ്ടുപോകണമെന്നുള്ള ഒരു മോൾഡിങ്ങിലേക്കൊന്നും വരാതെ വളരെ അൺകണ്ടീഷണലായിട്ട് ഏത് ഓപ്പർച്യൂണിറ്റി വന്നാലും അത് നെഗറ്റീവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈഫ് ലെസൺസ് തരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യനബിൾ സിറ്റുവേഷൻ, കൺഫ്യൂഷൻ സിറ്റുവേഷൻ ആണെങ്കിലും എന്തായാലും അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ ഇൻഡ്യൂട്ടീവായിട്ട് പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റ് കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇൻഡ്യൂട്ടീവായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് പോകാനായിട്ട് ഉള്ള ആ ഒരു സോൾ ലെവൽ ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ ഉയരുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ ഉയർത്തുന്ന രീതിയിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വരരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. കുട്ടികളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് തരുന്ന കാര്യങ്ങളിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നിൽക്കാൻ പാടില്ല. കുട്ടി നന്നായിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുമ്പോൾ ശരി നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു, ഇനി ഇതിലും കൂടുതൽ വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ
അടുത്ത പരീക്ഷയ്ക്ക് ഇപ്പം വാങ്ങിച്ച പരീക്ഷയെക്കാട്ടിയും ഇപ്പം മാർക്ക് കുറയുകയാണെങ്കിൽ അപ്പോൾ ശാസനയുടെ ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ടെമ്പർ, അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ മാർക്ക് വെച്ചൊന്നും അവരെ കമ്പയർ ചെയ്യാതെ, അവർക്ക് മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും എന്നുള്ള രീതിയിൽ അവർ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അവരെ എൻകറേജ് ചെയ്യുക. എന്നാൽ ഫ്രീഡത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് അങ്ങ് പറഞ്ഞു വിടുകയല്ല, എന്ത് കാര്യവും തുറന്ന് അവരോട് സംസാരിക്കാൻ ഉള്ളൊരു മനസ്സ് കാണിക്കുക. കാരണം കുട്ടികളെന്ന് പറയുമ്പോൾ അടുത്ത ജനറേഷനിലേക്കുള്ള ഒരു പുതിയ പുതിയ നാമ്പുകളായതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ലോജിക്കൽ തിങ്കിങ്, ഇൻ്റലക്ച്വൽ തിങ്കിങ്, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള പവർ എല്ലാം അവരിലുണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷയങ്ങളും, എല്ലാ മേഖലയിലും നിൽക്കുമ്പോൾ അവരുമായിട്ട് തുറന്ന് സംസാരിക്കാനും നമ്മളുടേതായിട്ടുള്ളൊരു കൺട്രോളിങ്ങും നമ്മളുടെ ഉള്ളിൽ മനസ്സിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള ആ ഒരു രീതി മാറ്റിക്കൊണ്ട് തുറന്ന രീതിയിൽ സംസാരിക്കാനും, അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അതിനെ അംഗീകരിക്കാനും ഒക്കെ ശ്രമിച്ച് മുന്നോട്ട് പോയാൽ നമ്മളുടെ കുട്ടികളെ നമുക്ക് ഗൈഡ് ചെയ്ത് മുന്നോട്ട് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പിരിച്വൽ പർപ്പസ് എന്ന് പറയുന്നത് അതൊരു ബാലൻസാണ്. അതായത് നമ്മൾക്ക് മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ അതുപോലെ സ്വീകരിച്ചുകൊണ്ട് അവിടെ എന്ത് കാര്യങ്ങൾ എടുക്കണം, എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തരവും, അതുപോലെ കമ്പാഷൻ, വിസ്ഡം എന്ന് പറയുന്നത് ഒരു തലത്തിലും അത് രണ്ട് ത്രാസിൻ്റെ രണ്ട് പോൾസ് ആണെന്നുള്ള രീതിയിൽ അതിനെ വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. നമുക്ക് മുന്നിലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, നമ്മളുടെ മുന്നിലൊരു ആഗ്രഹം വരുമ്പോൾ, നമുക്ക് ഒരു തരത്തിലുള്ളൊരു ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഇപ്പോൾ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ ആയതുകൊണ്ട് സമയമൊട്ടും നഷ്ടപ്പെടുത്താതെ എല്ലാം നമ്മളുടെ മുന്നിൽ എത്തുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അത് എത്താതെ വരുമ്പോഴും നമുക്ക് നമ്മളുടെ ഒരു സ്റ്റേബിൾ മൈൻഡിൽ നിന്നുകൊണ്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ഇതിലും നല്ലത് നമുക്ക് നാളെ കിട്ടും എന്നുള്ളൊരു ചിന്താതലത്തിലേക്ക് നമ്മളുടെ കുട്ടിയെ ഉയർത്തുന്ന രീതിയിലേക്ക് നമ്മൾ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പേരൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എന്തിനാണ് ഇത് ചെയ്തത്, എന്തിനാണ് ഇതിപ്പോൾ കഴിക്കുന്നത്, എന്തിനാണ് ഇതിപ്പോൾ ഓർഡർ ചെയ്തത്, അവിടെ എന്തിനാണ് ഓർഡർ ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകാതെ അത് കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഇതിലും വളരെ രുചികരമായിട്ടുള്ള ആഹാരം നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വേറെ ഒരുപാട് നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് വാതായനങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവരെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കമ്പാഷൻ, സ്നേഹം എന്ന് പറയുന്ന ഒന്ന് എന്നെ വിട്ടു പോകരുത്. എത്ര പ്രായമായാലും എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മരണം വരെയും എൻ്റെ കൂടെ നിൽക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ അപ്പുറവും ഒരു തൂണ് പോലെ നിൽക്കേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കാതെ, അങ്ങനെ തെറ്റായി ചിന്തിക്കാതെ, അവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സോളാണ്, അവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊന്ന് ഗൈഡ് ചെയ്ത് അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്സ് വരുന്ന ഏജിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെ മോൾഡ് ചെയ്ത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സമയം കഴിയുമ്പോൾ അനന്തവിഹായസിലേക്ക് പാറിപ്പറക്കേണ്ട കിളികളെ പോലെ അവരെ വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നമ്മളിലുള്ള കമ്പാഷൻ, സ്നേഹം ഒരറ്റത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള അറിവ് ഒരറ്റത്ത്, അതെല്ലാത്തിനെയും വെച്ചുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ അവരെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരവരുടെ ഇൻബോൺ ആയിട്ടുള്ള ടാലൻസ് എല്ലാം ഉയർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കുഞ്ഞു ചിറകുകൾ വെച്ച് പാറിപ്പറക്കാനായിട്ട് പതുക്കെ കുട്ടിക്കാലം മുതൽ തുടങ്ങട്ടെ എന്നുള്ള രീതിയിൽ ഇതിനെ രണ്ടിനെയും ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, പലയിടത്തും ഉള്ളതാണ്, കുട്ടികൾ ഓരോ കാര്യങ്ങൾ വന്ന് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരിത്തിരി നേരം കഴിയുമ്പോൾ നമ്മൾ വളരെ ഇറിറ്റേറ്റഡ് ആവും. കാരണം നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ ഇങ്ങനെ മുഴുകി ഒന്ന് കഴിയുമ്പോൾ അടുത്തതെന്ന് വരുത്തി വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവരോട് പറയും, നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, എല്ലാം നമ്മളിങ്ങനെ പ്രദാനം ചെയ്ത് തരത്തില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയാതെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അവരുടെ ആ ഒരു ഇന്നസെൻസും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു കൊച്ചു ഐഡിയാസൊക്കെ വെച്ച് അവർ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് കാണുക, മനസ്സിലാക്കുക. അതിനനുസരിച്ച് അത് കേൾക്കാനായിട്ട് നമ്മളൊരല്പം സമയം കൊടുത്താൽ ആ ഒരു ഇന്നസെൻസിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ വളരെ പൊതിഞ്ഞ് ഇങ്ങനെ വളരെ മല പോലെ ഉയർത്തി വെച്ചിരിക്കുന്ന നമ്മളുടെ ഈഗോയെ വളരെയധികം ഡിസോൾവ് ചെയ്ത് ഡിമിനിഷ് ചെയ്ത് കളയാനായിട്ടത് സാധിക്കും.
ഒരു കൊച്ചുകുട്ടി നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് എത്ര ദേഷ്യമെന്ന് പറഞ്ഞാലും എത്ര മസിൽ പിടിച്ച് ഞാൻ എന്ന ഭാവത്തിലിരുന്നാലും അവരെ ഒന്ന് നോക്കാൻ നമുക്ക് തോന്നുന്നത് പോലെ നമ്മളുടെ ഉള്ളിലുള്ള ഈഗോയെ വളരെയധികം ഡിമിനിഷ് ചെയ്ത് കളയാനും, കുട്ടി എന്ന് പറയുമ്പോൾ അത് എൻ്റെ കുട്ടി, എന്നെക്കാട്ടിയും എനിക്ക് ആ ഒരു ഡോമിനേറ്റീവ് നേച്ചറുണ്ട്, കൺട്രോളിങ് പവറുണ്ട്, അത് എൻ്റെയാണ്, എല്ലായിടത്തും എനിക്ക് ഒരു കവചം പോലെ എപ്പോഴും വളരെ സംരക്ഷിച്ച് കൊണ്ടു നടക്കണം എന്നുള്ളൊരു ചിന്താഗതി മാറ്റിയതിന് ശേഷം എനിക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് എല്ലാം അവർക്ക് ഉയർത്തിക്കൊണ്ട് നാളെ ഒരു സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വളർന്ന് അവരൊരു വെളിച്ചം പോലെ നിൽക്കേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ അവരെ നോക്കിക്കാണുക. അപ്പോൾ ഉള്ള കാലം മൊത്തവും അവർ വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ കൊച്ചു കൊച്ചു ടാസ്ക് പോലെ കാര്യങ്ങൾ കൊടുക്കുകയും അതിലൂടെ ഉത്തരവാദിത്തങ്ങൾ അവരെ എന്താണെന്ന് പറഞ്ഞു പഠിപ്പിച്ച് പ്രവർത്തികളിലൂടെ ചെയ്യിച്ചും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈശ്വരൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക, ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെന്താണെന്നൊക്കെ അവരുടെ കണ്ണുകൊണ്ട് അവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നാളെ അവർ അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഒരല്പസമയം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ആ ഒരു സ്വഭാവത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെ ബാക്കി എല്ലാവർക്കും എല്ലാം നേടിയെങ്കിൽ എനിക്കും വേണം, അല്ലെങ്കിൽ എനിക്കും അതുപോലെ ആവണം എന്നുള്ളൊരു കമ്പാരിറ്റീവ് മോഡൽ, അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒതൻറ്റിക് സെൽഫിലേക്കൊന്നും എത്താതെ ഒരു പീപ്പിൾ പ്ലീസറെ പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒക്കെ നിന്നുകൊണ്ട് ഒരു ഈഗോ ബേസ്ഡ് അപ്രോച്ചിൽ നിന്നുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു മറ്റുള്ളവർക്ക് പണി കൊടുക്കണമെന്നുള്ളൊരു ജലസ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് പെയിൻ ഇങ്ങനെ വെച്ചത് ഇങ്ങനെ സൂക്ഷിച്ച് വലിയ പോലെ ആക്കി വെക്കണം എന്നുള്ള ചിന്തകളെ എല്ലാം മാറ്റിക്കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നല്ല വ്യക്തിയായിട്ട് ഒക്കെ വളരാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു സ്പിരിച്വൽ പർപ്പസ് ഓഫ് പേരൻറ്റിങ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. കൂടുതൽ ആൾക്കാർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.